ഹലോ, അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലിരിക്കുവാണ്. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തിയിട്ട് വിശേട്ടൻ ഒന്ന് പുറത്തേക്ക് പോയി. വിശേട്ടന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിൻ്റെ റിസർച്ചിൻ്റെ ആവശ്യമായിട്ടാണ് വിശേട്ടൻ പോയിരിക്കുവാണ്. ഞാനിവിടെ ഹോട്ടലിലിരിക്കുവാണ്. കാരണം ഞാനൊരു 2 days ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട്, ഞങ്ങൾ എന്തായാലും ഒരു 1 week ഇവിടെ കാണും. അപ്പോൾ ഒരു 2 ദിവസം ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് റൂമിൽ തന്നെ റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വെച്ചു. ഇതൊരു ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇതൊരു ഹോട്ടൽ ചെയിനാണ്. ഗോസ്റ്റോപ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഗോസ്റ്റോപ്സ് ഒത്തിരി സ്ഥലത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കേരളത്തിലാണെങ്കിൽ മൂന്നാറിലും ആലപ്പുഴയൊക്കെ ഗോസ്റ്റോപ്സ് ഉണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ റിലാക്സേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും ട്രാവൽ ചെയ്തൊക്കെ വന്നതല്ലേ. അപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം മുടിയൊക്കെ ഒത്തിരിയും ടയേർഡായി. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഭയങ്കരമായിട്ട് ടയേർഡായി. കാരണം ഒത്തിരിയും ട്രാവൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരിയും ടയേർഡായി. അതിനുശേഷം ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്തു. ഇന്ന് എൻ്റെ സ്പാ ഡേ ആണ്. അപ്പോൾ ഞാൻ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ ഒരുപാട് സ്പാ ചെയ്യുന്ന വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും വീട്ടിലിരുന്ന് സ്പാ ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ടാക്കിൻ്റെ അനിയൻ ഷാംപൂ ആണ്. ഇത് ദി ആയുർവേദ കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അനിയൻ ഷാംപൂ ആണ്. ബ്ലാക്ക് സീഡും നയസിനമൈഡും അടങ്ങിയിരിക്കുന്ന ഒരു ഷാംപൂ ആണ്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ്. നമ്മളിപ്പോൾ സ്കാൽപ്പിൽ നമ്മളിപ്പം ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും കംപ്ലീറ്റ് ആയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാൽപ്പിലൊക്കെ ഇടാൻ സമയത്ത് നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഇതിൽ കിട്ടുന്നത്. ടാക്ക് ഒനിയൻ ഷാംപൂവിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ റൂമിൽ വന്നപ്പോൾ തന്നെ ഉടൻ തന്നെ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഹെയർ വാഷ് ചെയ്യാമെന്ന് വെച്ചു. കാരണം അത്രയും ഒരു ഭയങ്കര പൊടിയൊക്കെ കയറി ഭയങ്കര മോശമായിട്ടിരിക്കുമായിരുന്നു മുടിയെല്ലാം. അപ്പോൾ ഞാൻ ഒരു ടോപ്പ് നോട്ട് ഇട്ടിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അപ്പം അതെല്ലാം ഊരി കഴിഞ്ഞപ്പോൾ മുടിയും അതിൻ്റെ ഷേപ്പൊക്കെ മാറിയാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ചു ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഷാംപൂ വാഷ് ചെയ്തു. എൻ്റെ ഷാംപൂ വാഷ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ സ്പാ ടൈമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ടാക്കിൻ്റെ അനിയൻ ഹെയർ മാസ്ക് ആണ്. ഈ ഹെയർ മാസ്കിലും ബ്ലാക്ക് സീഡും നയസിനമൈഡും അടങ്ങിയിട്ടുണ്ട്. തികച്ചും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഷാംപൂ ആൻഡ് ഹെയർ മാസ്ക് ആണിത്. ഇതിൽ പാരബീൻസ് ഇല്ല, ടോക്സിൻസ് ഇല്ല, സൾഫേറ്റ്സ് ഇല്ല, അങ്ങനത്തെ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. ബ്ലാക്ക് സീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് കൂടുതൽ ബൂസ്റ്റ് ചെയ്യും. പിന്നീട് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് നറിഷ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നയസിനമൈഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫോളിക്കിൾസിനെ നറിഷ് ചെയ്ത് വെക്കാൻ സഹായിക്കും. പിന്നീട് നമ്മുടെ സ്കാൽപ്പിന്റെ സീബം പ്രൊഡക്ഷനെയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. എന്തായാലും ടാക്കിന്റെ അനിയൻ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹെയറിനൊരു നല്ല ഷൈനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയൊന്നും അല്ല ഇരുന്നത്, ഭയങ്കര ഡള്ളായിട്ടാണ് എൻ്റെ ഹെയർ ഇരുന്നത്. അപ്പം ഇപ്പോൾ ഒരു നല്ല അത്യാവശ്യം ഒരു ഷൈനിങ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി ഹെയർ മാസ്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേനും പെർഫെക്റ്റ് ആവും. മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ സ്കാൽപ്പും ഹെയർ ലെങ്ത്തും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ ഷാംപൂ വാഷ് ചെയ്യുന്നത്. ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ടവൽ കൊണ്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലോ ഡ്രൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുത്താലും മതി. ഒത്തിരി വെറ്റായിട്ട് ഹെയർ ഇരിക്കാൻ പാടില്ല. പിന്നീട് നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ നന്നായിട്ടൊന്ന് ഹെയറിനെ സ്ക്വീസ് ചെയ്തിട്ട് ബാക്കിയുള്ള എക്സസ് വാട്ടർ എല്ലാം അങ്ങ് സ്ക്വീസ് ചെയ്ത് കളയണം. ഹെയർ മാസ്കിലാണ് എല്ലാ മാജിക്കും ഇരിക്കുന്നത്. കാരണം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് നറിഷ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. എക്സ്ട്രാ കണ്ടീഷനിങ് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അത് കാരണം വീക്ക്ലി ട്വൈസ് എങ്കിലും ഹെയർ മാസ്ക് യൂസ് ചെയ്യാം. ടാക്കിൻ്റെ അനിയൻ ഹെയർ മാസ്ക് ഞാൻ കംപ്ലീറ്റ് എൻ്റെ സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും എല്ലാം ഞാൻ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ നന്നായിട്ടൊന്ന് ഒരു 5 to 10 minutes മസാജ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ എൻ്റെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് സർക്കുലർ മോഷനിൽ ഇച്ചിരി ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 30 minutes വെക്കണമെങ്കിൽ 30 minutes വെക്കാം. അതല്ല കൂടുതൽ നറിഷ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ 60 minutes വെക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ഫോർമുലാസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. ഇതിൽ അനിയൻ അടങ്ങിയിട്ടുണ്ട്, നീം അടങ്ങി. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഹെയർ ഫോൾ ഒരു ലിമിറ്റ് വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ ബ്രേക്കേജും തടയും. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ 2 പ്രോഡക്ട്സ് മാത്രം മതി ആക്ച്വലി ഒരു നല്ലൊരു സ്പാ വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട്. ടാക്കിന്റെ അനിയൻ ഷാംപൂന്റെയും ഹെയർ മാസ്കിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാം. ടാക്കിന്റെ ഒഫീഷ്യൽ
ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 30% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് Anuradha30 എന്ന് പറയുന്ന കോഡും കൂടി എൻ്റർ ചെയ്യുക. ചാക്കിന്റെ എല്ലാ പ്രോഡക്ട്സും ആമസോൺ, നൈക്ക ആൻഡ് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഞാൻ പറയല്ലോ 2 days ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് ആയിട്ടിരിക്കാൻ പോവാണ്. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒന്നും ചെയ്യാതല്ല ഇരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, റൂമിൽ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ എഡിറ്റിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടിരിക്കുവാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അപ്പോൾ അതിലാണ് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നാണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം പവിലയുടെ യൂട്യൂബ് ചാനലിലും എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പവിലയുടെ ചാനലിലും വളരെ നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. നമ്മുടെ പവിലയുടെ ചാനൽ 10K ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷത്തിലും കൂടെയാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൺസ് നമ്മുടെ നല്ലൊരു വെബ്സൈറ്റ് റെഡിയായി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ് നമ്മളിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നീട് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒത്തിരി കുട്ടികൾ, എനിക്കൊന്നും യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കുട്ടികളാണെന്ന് തോന്നുന്നു, അവർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഏത് സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഷോട്ടിൽ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയത് ഇൻഷോട്ടാണ്. ഒരു ഫോൺ ആപ്പായിട്ട് എളുപ്പമായിട്ട് തോന്നിയത് ഇൻഷോട്ടാണ്. അങ്ങനെ ഇൻഷോട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ പെയ്ഡ് പ്രീമിയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പെയ്ഡായിട്ടാണ് അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. മന്ത്ലി എത്രയോ ഒരു എമൗണ്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കൂടി അഡീഷണൽ കിട്ടും. നമ്മളൊരു ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്നതിനേയും കാട്ടിലും കുറച്ചും കൂടി ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ, അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അതിന് ശേഷമാണ് ഞാൻ പ്രീമിയർ പ്രോ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. അപ്പം അഡോബ് പ്രീമിയർ പ്രോ പഠിച്ചതിന് ശേഷം ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ പ്രീമിയർ പ്രോയിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡിറ്റ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ സമയം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കൂടെ ഉണ്ട്. കാരണം വീഡിയോസ് എടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്യുക, അപ്പോൾ ഒരു വലിയൊരു ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒത്തിരി പേർക്ക് അത് എളുപ്പമായിരിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. അത് എനിക്ക് കുറച്ച് പാടായിട്ട് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. കാരണം സമയം, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് പോലും അറിയില്ല. രാവിലെ ഇരുന്നിട്ട് രാത്രി വരെയൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു ടൈം എപ്പോഴും കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു മടിയല്ല, എനിക്ക് ഇഷ്ടമാണ് എഡിറ്റ് ചെയ്യാൻ, പക്ഷേ സമയം എടുക്കുന്നതിൻ്റെ ആ ഒരു ഫാക്ടർ കാരണം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സ്പീഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ തുടങ്ങുന്ന സമയത്തൊക്കെ വലിയ പാടായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ചില കുട്ടികൾ വന്നിങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഏത് സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം പ്രീമിയർ പ്രോയിലാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. FCP ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഫൈനൽ കട്ട് പ്രോ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി പേര് പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് FCP ആണ് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നോക്കാം. എന്തായാലും ഞാൻ ഇപ്പോൾ പ്രീമിയർ പ്രോയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്, ഭയങ്കര കംഫർട്ടബിളായിട്ട് നിൽക്കുവാണ്. അപ്പോൾ FCPയും കൂടെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണമെന്നുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അതിൽ തന്നെ ചെയ്തെന്നിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വർക്കിംഗ് സ്പേസ്. അപ്പം എനിക്ക് എവിടെ പോയാലും ഇപ്പോൾ ഒരു വർക്കിംഗ് സ്പേസ് എനിക്ക് വേണം. അതായത് ഒരു ടേബിളും ഒരു ചെയറും ഒരു ലാപ്ടോപ്പും, ഇതാണ് എൻ്റെ വർക്കിംഗ് സ്പേസ്. അപ്പോൾ ഇവിടെ ഒരു ടേബിളും ഒരു ചെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ലാപ്ടോപ്പൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാനെല്ലാം വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം കൊണ്ടുവന്ന ബോക്സ്. അപ്പോൾ ഈ ബോക്സ് ഞാൻ എടുത്ത് ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതെൻ്റെ ബാഗും. ഞാൻ സ്ലിംഗ് ബാഗാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സ്ലിംഗ് ബാഗ് ഉണ്ട്. പിന്നെ എൻ്റെ ബാക്കി മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം കൊണ്ടുവന്ന പൗച്ച്, ഇതെൻ്റെ ബാഗ്, ഇത് എൻ്റെ ബാഗ്, പിന്നെ വിഷൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് വർക്കിംഗ് സ്പേസ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പം ഒരു മിററും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മിററിൽ നോക്കും. കാരണം എനിക്ക് സാധാരണ ഇങ്ങനെ ഒരു വാൾ ഫേസ് ചെയ്തിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് അതിൽ കുറച്ച് പേടിയുണ്ട്. കാരണം
എനിക്കിങ്ങനെ ബാക്കിൽ ഞാൻ എല്ലാവരും കണ്ടുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഇവിടെ എനിക്ക് കുഴപ്പമില്ല, കാരണം ഇത് വാൾ ഫേസ് ചെയ്തിട്ട് ഇരിക്കുവാണെങ്കിൽ പോലും ഇവിടെ ഒരു വലിയ മിററുണ്ട്. അപ്പോൾ ബാക്കിൽ എന്തൊക്കെ വെച്ചാൽ ആരെങ്കിലും വരുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു ടെൻഷൻ എനിക്കില്ല. അപ്പോൾ ഒരു വലിയൊരു മിറർ ഇവിടെ ഉണ്ട്, പിന്നെ ആ സൈഡിലും ഒരു വലിയ മിററുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് സ്പേസ്. ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തു. കാരണം ഇവിടെ ഈ ഹോട്ടലിൽ 24 hours ഫുഡ് അവൈലബിൾ ആണ്. നല്ല എന്താ പറയുക, നല്ല നൂഡിൽസ് ഉണ്ട്, മാഗി നൂഡിൽസ് ഉണ്ട്, ചീസ് മാഗി നൂഡിൽസ് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്, പാസ്താസ് ഉണ്ട്. പക്ഷേ ഇന്നലെ ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് സ്വിഗ്ഗിയിൽ 350 rupees ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റാർബക്സ് ഒരു വെൻറ്റി ഓർഡർ ചെയ്യും. ഇപ്പം എനിക്ക് ആക്ച്വലി സ്റ്റാർബക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയില്ല, ഞാൻ അവരുടെ കോഫീസ് എല്ലാം ഞാൻ കുടിക്കാറുണ്ട്. ജനറലി എനിക്ക് കോഫീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സ്റ്റാർബക്സ് ഇഷ്ടമാണ്, കോസ്ത കോഫീസ് ഇഷ്ടമാണ്, എനിക്കെല്ലാം ഇഷ്ടമാണ്. എനിക്ക് കോഫി ഫ്ലേവർ വരുന്ന എല്ലാം എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാർബക്സ് എന്ന് ഓർഡർ ചെയ്തു. ഒരു ഫ്രാപ്പച്ചീനോ ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഒരു ജാവ ഫ്രാപ്പച്ചീനോ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നീട് ഒരു സാൻഡ്വിച്ചും കൂടി ഓർഡർ ചെയ്തു. അതിപ്പോൾ വരുമായിരിക്കും. അപ്പോൾ അത് വന്നതിന് ശേഷം ഞാൻ കഴിക്കും. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ, വിഷേട്ടനില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. കാരണം വിഷേട്ടുള്ളപ്പോൾ എനിക്ക് ഒരു ബോറടിയും ഇല്ലായിരുന്നു. അപ്പോൾ വിഷേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വിഷേൻ്റെ കൂടെയാണ് വന്നെങ്കിലും വിഷേട്ടനെ കിട്ടാറില്ല. കാരണം വിഷേട്ടൻ എപ്പോഴും വർക്കിൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വിഷേട്ടനെ എപ്പോഴും എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറിയും കൂടെയാണ്. 14th September 2017 ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇന്ന് 4 വർഷമാകുവാണ്. നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 4 വർഷമാകുവാണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇന്ന് വൈകുന്നേരം എവിടെയെങ്കിലും പോകണം എന്നൊക്കെ വിഷയം പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല നടക്കുമെന്ന് അറിയില്ല. അത് കുഴപ്പമില്ല, അത് നമുക്ക് നാട്ടിൽ പോയിട്ടായിരുന്നാലും എവിടെയാണെന്ന് വെച്ചാൽ പോകാമല്ലോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ വിഷേട്ടൻ ഇന്ന് വൈകുന്നേരം വരും എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല വിഷേട്ടന് വരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വർക്കിനല്ലേ. അപ്പം കുഴപ്പമില്ല, വർക്ക് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമായിട്ടല്ലേ ഞങ്ങൾ ഡൽഹിയിലോട്ട് വന്നത്. അപ്പോൾ അത് തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വിഷേട്ടൻ വരട്ടെ. ഞാനിവിടെ വിഷേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിന് മുന്നേ ആയിട്ട് എൻ്റെ സ്വിഗ്ഗിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ സ്വിഗ്ഗി വന്നു കഴിയുമ്പോൾ ഞാൻ നേരെ താഴേക്ക് പോകും. അപ്പോൾ ഈ ഹോട്ടലിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ ഞാനാണ് ചാടിക്കറി ആദ്യമേ ഇവിടെ തന്നെ എടുക്കാമെന്ന് പറഞ്ഞത്. അതിനൊരു വലിയൊരു റീസൺ ഉണ്ട്. കാരണം ഇവിടെ താഴെ ഇവരൊരു 3 ഡോഗ്സിനെ വളർത്തുന്നുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ഡോഗ്സാണ്. അപ്പോൾ 3 പേരെ വളർത്തുന്നുണ്ട്. ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളല്ല, അവർ വലുതായി, അമ്മേനെക്കാട്ടി വലുതായി, 2 പിള്ളേരും. അപ്പോൾ അവർ താഴെയുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് അവരെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിൽ ഒരു പേപ്പർ എന്ന് പറയുന്ന ഒരു ഡോഗ്, പേപ്പർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പേപ്പർ വലിയ ഫ്രണ്ട്ലിയാണ്, കണ്ടാൽ ഭയങ്കര ഒരു സിംഹത്തെ പോലെ ഇരിക്കും. പക്ഷെ പഞ്ചഭാവമാണ്, നല്ല കുട്ടിയാണ്. അപ്പോൾ 3 പേരും താഴെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ പൂച്ചകളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പൂച്ചകളെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഡോഗ്സ് താഴെ തന്നെ സ്ഥിരം 3 പേരും അവർക്കൊരു കുഷൻ പോലെ ഒരു 3 സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 3 പേരും സുഖമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫുഡ് എത്തി. അപ്പോൾ ഞാൻ ഫുഡും കൊണ്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാണ് എൻ്റെ സാൻഡ്വിച്ച്. ഇത് വെജ് സാൻഡ്വിച്ച് ആണ്. മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ലഞ്ചായിട്ട് കഴിക്കാൻ പോകുന്നത്. ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. ഉറങ്ങുന്നു. ഹലോ പേപ്പർ, ഇതാണ് പേപ്പർ. ഓക്കെ, വിഷയത്തിനെത്തി. അപ്പോൾ ഇത് വിഷയത്തിനുള്ള ഫുഡാണ് സബ്വേന്ന്. അയ്യോ, ഞാനത് എടുക്കാൻ താഴെ വരെ പോയിരുന്നു.
അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നാളെ എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. നാളെ ഒന്ന് ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.